നമസ്കാരം, വിശ്വവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു വമ്പൻ കുതിപ്പിനെക്കുറിച്ചാണ്. എന്താണ് ആ കുതിപ്പ്? ലോകത്തെ ഏറ്റവും നൂതന റഡാർ സംവിധാനങ്ങളിലൊന്നായ വോറോണിഷ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു. റഷ്യയുമായുള്ള $4 ബില്യൺ ഈ കരാർ ഇന്ത്യയെ എങ്ങനെ അജയ്യമാക്കും? വരൂ നമുക്ക് പരിശോധിക്കാം. ആദ്യം എന്താണ് ഈ വോറോണിഷ് റഡാർ എന്ന് നോക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അദ്ഭുതം. ഈ റഡാർ 8000 കിലോമീറ്റർ ദൂരത്തുനിന്നുള്ള ആക്രമണങ്ങൾ വരെ തിരിച്ചറിയും. അതായത് ശത്രുവിന്റെ ഒരു ചെറിയ നീക്കം പോലും ഇന്ത്യയുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരേ സമയം 500 ഒബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യാൻ ഇതിനു കഴിയും. ചൈന, ദക്ഷിണേഷ്യ, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യൻ മഹാസമുദ്രം ഈ മേഖലകളെല്ലാം ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിൽ വരും. ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ഭൂഖണ്ഡാന്തര മിസൈലുകൾ എന്തും കണ്ടെത്താം. സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾക്ക് പോലും വോറോണിഷിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല എന്നാണു റഷ്യയുടെ അവകാശവാദം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ റഡാർ വാങ്ങുന്നത്? അടുത്തിടെ ഒരു വാർത്ത വന്നു, പാകിസ്ഥാൻ ചൈനയുടെ JT-5 സ്റ്റെൽത്ത് യുദ്ധവിമാനം വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന്. ഈ വിമാനത്തിന് റഡാറിൽ പെടാതെ പറക്കാനുള്ള സാങ്കേതികവിദ്യ ഉണ്ടെന്നാണ് ചൈന പറയുന്നത്. പക്ഷേ വോറോണിഷ് ഉണ്ടെങ്കിൽ ഇത്തരം ഭീഷണികൾ ഇന്ത്യയ്ക്ക് ഒരു വിഷയമേ അല്ല. ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിൽ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പാക്കാൻ ഈ റഡാർ ഒരു വലിയ കരുത്താകും. അതുമാത്രമല്ല, ബഹിരാകാശ വസ്തുക്കളെ വരെ നിരീക്ഷിക്കാൻ വോറോണിഷിന് കഴിയും. അതായത് ബഹിരാകാശ ഗവേഷണത്തിനും ഇത് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാണ്. ഈ ഭീമൻ കരാർ എങ്ങനെ നടക്കുന്നു? റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡ് കോർപ്പറേഷൻ ആണ് വോറോണിഷ് നിർമ്മിച്ചത്. പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിൽ നടത്തിയ ചർച്ചകളാണ് ഈ കരാറിന് വഴിയൊരുക്കിയത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി റഡാറിന്റെ 60% ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. റഷ്യൻ കമ്പനി ഇന്ത്യൻ കമ്പനികളുമായി സഹകരിക്കും. കർണാടകയിലെ ചിത്രദുർഗയിലാണ് ഈ റഡാർ സ്ഥാപിക്കാൻ സാധ്യത. ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പരീക്ഷണ മേഖലയാണ് ചിത്രദുർഗ. റഷ്യയ്ക്ക് ഈ കരാർ എന്ത് ഗുണമാണ് നൽകുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, വലിയ സാമ്പത്തിക ലാഭം. അതെ, $4 ബില്യൺ ഈ കരാർ റഷ്യയ്ക്ക് സാമ്പത്തികമായി വൻ മുന്നേറ്റമാണ്. രണ്ടാമതായി, ഇന്ത്യയുമായുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാകും. ഇന്ത്യയെപ്പോലുള്ള ഒരു പ്രധാന പങ്കാളിയുമായുള്ള ഈ സഹകരണം റഷ്യയ്ക്ക് തന്ത്രപരമായ നേട്ടമാണ്. എന്നാൽ ഇതിന്റെ പ്രാധാന്യം അവിടെ തീരുന്നില്ല. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ കരാർ അവർക്ക് ഒരു ശക്തമായ തിരിച്ചടിയാണ്. ഇന്ത്യയുമായുള്ള ഈ ഡീൽ റഷ്യയുടെ ആഗോള സ്ഥാനം ഉറപ്പിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വോറോണിഷ് ഒരു സൈനിക നേട്ടം മാത്രമല്ല, പാശ്ചാത്യ സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്താവന കൂടിയാണ്. ഈ കരാർ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടമാകും. ശത്രുവിന്റെ ഇലയനക്കം പോലും പുഷ്പം പോലെ തിരിച്ചറിയാൻ വോറോണിഷ് ഇന്ത്യയെ പ്രാപ്തമാക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കരാർ ഇന്ത്യയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് കമന്റ് ബോക്സിൽ പറയൂ. വിശ്വവീഥി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത്തരം രസകരമായ വിവരങ്ങൾ മിസ് ചെയ്യാതിരിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.